ശബരിമലയിൽ ഭരണം കൈയാളുന്നത് അവതാരങ്ങൾ. ദേവസ്വം ബോർഡുമായോ സർക്കാരുമായോ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ശബരിമല സന്നിധാനത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങൾ നിരവധി ഉണ്ടായിട്ടും ബോർഡോ സർക്കാരോ അവർക്കെതിരെ ചെറുവിരൽ അനക്കുന്നില്ലെന്നതാണ് വാസ്തവം. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് അവതാരങ്ങൾ സന്നിധാനത്ത് നിറഞ്ഞാടുന്നത്. ഇതിനായ ഒരു വിഹിതം ജീവനക്കാർക്ക് ലഭിക്കും. വർഷങ്ങളായി സന്നിധാനത്തെത്തി തമ്പടിച്ചിട്ടുള്ളവരാണ് ഈ അവതാരങ്ങൾ. അതിൽ പലരെയും ബോർഡിനും സർക്കാരിനും നേരിട്ടറിയാവുന്നവരാണെന്നതാണ് സത്യം. വിദേശത്ത് നിന്ന് വരെ എത്തുന്ന VIP-കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ അവതാരങ്ങളാണ്. അവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാർ നോക്കുകുത്തിയാവുന്നതാണ് സ്ഥിരം കാഴ്ച. VVIP-കൾക്ക് പ്രത്യേക ദർശനം, താമസ സൗകര്യം, പ്രത്യേക ഭക്ഷണം എന്നിവ ഒരുക്കുന്നത് ഈ അവതാരങ്ങളാണ്. ഇതിന് VVIP-കൾ അവതാരങ്ങൾക്ക് വൻ തുകയാണ് പാരിതോഷികമായി നൽകുന്നത്. വർഷങ്ങളായി സന്നിധാനത്ത് തമ്പടിച്ചിട്ടുള്ള അവതാരങ്ങളായതിനാൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള VVIP-കൾക്ക് ഇവർ സുപരിചിതരാണ്. അതുകൊണ്ട് തന്നെ അവർ ശബരിമല ദർശനത്തിന് എത്തുന്നതിന് മുമ്പ് ഇവരെ വിവരം അറിയിക്കും. തുടർന്ന് അവതാരങ്ങൾ നിലയ്ക്കൽ എത്തുന്നത് മുതൽ കൂടെ ഉണ്ടാകും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദർശന സൗകര്യം ഒരുക്കി കൊടുക്കുകയും താമസത്തിന് സന്നിധാനത്ത് ദേവസ്വം ബോർഡിൻ്റെ റൂമുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് അവതാരങ്ങളാണ്. മാത്രമല്ല, വിലപിടിപ്പുള്ള വജ്രങ്ങൾ പിടിപ്പിച്ച കിരീടവും സ്വർണ്ണച്ചട്ടയും ആടയാഭരണങ്ങളും വരെ VVIP ഭക്തർ ശബരിമലയിൽ നേർച്ചയായി നൽകാറുണ്ട്. ഇവയിൽ പലതും ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാതെ പുറത്തേക്ക് കടത്തുന്നുണ്ടെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിൽ ലഭിക്കുന്ന നേർച്ച സാധനങ്ങൾ എന്താണെങ്കിലും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നതാണ് വ്യവസ്ഥ. ഇതൊന്നും കൃത്യമായി പാലിക്കാറില്ല. വൻ ജനത്തിരക്കുള്ള സമയത്ത് എത്തുന്ന ഭക്തരിൽ ചിലർ വിലപിടിപ്പുള്ള നേർച്ച സാധനങ്ങൾ നൽകുന്നത് അവതാരങ്ങളുടെ സഹായത്താൽ പുറത്തേക്ക് കടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ചിലരുടെ ഒത്താശയുണ്ടെന്നും ആരോപണമുണ്ട്. ഭക്തരിൽ ചിലർ അവതാരങ്ങളെ വിശ്വസിച്ച് അവരുടെ പേരിൽ നേർച്ചയ്ക്കായി വൻ തുക ചെക്ക് എഴുതി നൽകാറുണ്ട്. ഈ തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിക്കുന്നതും പതിവാണ്. നിർമ്മാണങ്ങളുടെയും മറ്റും പേരിൽ വൻ തുക നൽകുന്ന ഭക്തരുണ്ട്. ഇതും ഇത്തരത്തിൽ തട്ടിച്ചെടുക്കാറുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കൃത്യമായി അറിയാവുന്നതാണ്. എന്നാൽ അവതാരങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികത്തിൻ്റെ ഒരു വിഹിതം തങ്ങൾക്കും ലഭിക്കുമെന്നതിനാൽ ഉദ്യോഗസ്ഥർ നിശബ്ദരാകുകയാണ് പതിവ്. വർഷങ്ങളായി ശബരിമലയിൽ ഡ്യൂട്ടിക്കിടുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ ഒരു സീസണിൽ സന്നിധാനത്തോ മറ്റെവിടെയെങ്കിലുമോ നിയമിച്ചാൽ അടുത്ത സീസണിൽ അവിടെ നിന്ന് മാറ്റി നിയമിക്കുകയാണ് പതിവ്. മാത്രമല്ല, ഒരാൾക്ക് സ്ഥിരമായി ഒരിടത്ത് ഡ്യൂട്ടി നോക്കാൻ പാടില്ലെന്നത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ നിയമവ്യവസ്ഥയാണ്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് വർഷങ്ങളായി പല തസ്തികകളിൽ ശബരിമലയിൽ സ്ഥിരമായി ഉദ്യോഗസ്ഥർ ജോലി നോക്കുന്നത്. ബോർഡ് പ്രസിഡന്റുമാരെയും യൂണിയൻ നേതാക്കളെയും സ്വാധീനിച്ചാണ് സ്ഥിരമായി ഒരു ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഒരു സ്ഥലത്ത് തന്നെ ജോലിയിൽ തുടരുന്നത്. ശബരിമലയിൽ എത്തുന്ന ഭക്തരെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും ഒരാൾക്കും VVIP പരിഗണന നൽകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് നിലവിലുണ്ട്. ഇത് മറികടന്നാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവതാരങ്ങൾ കാര്യങ്ങൾ കൈയാളുന്നത്. നേരത്തെ നടൻ ദിലീപിന് VVIP പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. കോടതി പോലും ഇക്കാര്യം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. എന്നിട്ടും തങ്ങൾക്ക് ഇക്കാര്യങ്ങളൊന്നും ബാധകമല്ലെന്ന മട്ടിലാണ് അവതാരങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ ഇളവനുവദിക്കുന്നത്.